അല്ല, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരാൾ അദ്ദേഹം സഭയിൽ വരുന്നതിനെക്കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം പാർട്ടിയുടെ ചട്ടക്കൂടിലല്ല അദ്ദേഹം. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കുക. അത് ആ തീരുമാനം നിലനിൽക്കുന്നു. ആ നിലയ്ക്ക് ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ അത് സംബന്ധിച്ച് യാതൊരു കാര്യത്തിലും പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല. അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്, സഭയിൽ പ്രത്യേക ബ്ലോക്കാണ്. ഒരു നിയമസഭാ സാമാജികനെ തടയാൻ പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അത് പാർട്ടി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അദ്ദേഹത്തിന്റെ സഭയിലെ സാന്നിധ്യം പക്ഷെ പാർട്ടിക്ക് അതൊരു പ്രതിരോധത്തിലാകത്തില്ലേ? ഒരു പ്രതിരോധത്തിൽ അവരെ പാർട്ടിയുടെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു. ആ സ്റ്റാൻഡിൽ ഉറച്ചുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായി ഞങ്ങൾ നിയമസഭയിൽ പോരാടും. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും വന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല. അത് ഇപ്പം ഞങ്ങളോടൊപ്പം ഇല്ല. പക്ഷെ ധാർമ്മികത എന്നൊന്നുണ്ടല്ലോ. പാർട്ടിക്ക് ധാർമ്മികത ഇല്ല. കാരണം ചെയ്യേണ്ട ചുമതല പാർട്ടി നിർവഹിച്ചു. ഒരു പരാതി പോലും നിലവില്ലാതിരുന്നിട്ട് പോലും ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് പാർട്ടി എടുത്തു. കോൺഗ്രസ് പാർട്ടിയെ പോലെ ഇക്കാര്യത്തിൽ സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ഒരാളുമില്ല. അത് പറയാനുള്ള ഒരു യോഗ്യതയും ഭരണകക്ഷിക്കില്ല. കാരണം സ്ത്രീ പീഡനത്തിന് പ്രതിയാക്കപ്പെട്ട ആൾക്കാരാണ് സഭയിലിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ അംഗത്തിനെ കുറിച്ച് ആക്ഷേപം വന്നപ്പോൾ പാർട്ടി ശക്തമായി അതിന് നടപടിയെടുത്തു. അതുകൊണ്ട് തന്നെ ധാർമ്മികതയുടെ പ്രശ്നം ഞങ്ങൾക്കല്ല, അത് LDF-നാണ്.